ഇസ്രയേൽ ക്രൂയിസ് കപ്പലായ ക്രൗൺ ഐറിസ് ഗ്രീസിൽ എല്ലായിടത്തും പ്രതിഷേധങ്ങൾ നേരിട്ടതായി അമേരിക്കൻ അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് ഡ്രോപ്പ് സൈറ്റ് ന്യൂസിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജൂലൈ അവസാനം മുതൽ കപ്പലിന്റെ പാതയിലെല്ലാം പ്രതിഷേധങ്ങൾ ഉയരുകയായിരുന്നു. പാലസ്തീൻ പതാക വീശിയും കപ്പലിന്റെ ഡോക്കിംഗ് തടഞ്ഞുമാണ് പ്രതിഷേധിക്കുന്നത്. ജൂലൈ 22-ന് കപ്പൽ സിറോസ് ദ്വീപിൽ എത്തിയതും യാത്രക്കാരെ പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ 300-ലധികം ആളുകളായിരുന്നു പ്രതിഷേധിച്ചത്. പാലസ്തീൻകാർക്കെതിരെ ഇസ്രയേൽ ഭരണകൂടം നടത്തുന്ന ആക്രമണവും അധിനിവേശത്തെയും ഈ കപ്പലിലെ വിനോദസഞ്ചാരികൾ പ്രശംസിക്കുകയാണെന്നും അവർ ഗ്രീസിലെത്തി പ്രകോപനപരമായ പ്രവൃത്തികൾ ചെയ്യുകയാണെന്നും പ്രദേശവാസികളും ആക്ടിവിസ്റ്റുകളും ആരോപിച്ചു. കപ്പലിലെ സഞ്ചാരികൾ തെരുവുകളിലും കടകളിലുമുള്ള പാലസ്തീൻ അനുകൂല പോസ്റ്ററുകൾ വലിച്ചു കീറുകയാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഒപ്പം കെഫിയയോ പലസ്തീൻ അനുകൂല ഷർട്ടോ ധരിക്കുന്ന ആളുകളെ കണ്ടാൽ അവരെ വാക്കുകൾ കൊണ്ടും ശാരീരികമായും ഉപദ്രവിക്കുന്നുവെന്നും ആരോപണമുണ്ട്. ജൂലൈ 28-ന് റോഡോസ് ദ്വീപിലും അജിയോസ് നിക്കോളാവോസിലും ക്രൗൺ ഐറിസ് കപ്പലിനെതിരെ പ്രതിഷേധമുണ്ടായിരുന്നു. റോഡോസ് ദ്വീപിലെ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റും ചെയ്തിരുന്നു. അജിയോസ് നിക്കോളാവോസിൽ പ്രകടനക്കാർ പോലീസ് ബാരിക്കേഡ് തകർക്കുകയും പാലസ്തീൻ പതാക ഉയർത്തുകയും ചെയ്യുകയായിരുന്നു. ആഗസ്റ്റ് 10-ന് ഗ്രീസിനുടനീളം നിരവധി സ്ഥലങ്ങളിൽ 10,000-കണക്കിന് ആളുകൾ പ്രകടനവും നടത്തി. രാജ്യത്തിന്റെ ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ പാലസ്തീൻ അനുകൂല സമരങ്ങളിൽ ഒന്നായിരുന്നു അത്. ദശലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികൾ രാജ്യത്തേക്ക് ഒഴുകിയെത്തുമ്പോൾ നമുക്ക് നമ്മുടെ ശബ്ദം ഉച്ചത്തിലാക്കണമെന്നായിരുന്നു സമരാനുകൂലികൾ പറഞ്ഞത്. ഒപ്പം ഗ്രീസിലെ ദ്വീപുകളും ബീച്ചുകളും ഇടവഴികളും പർവ്വതങ്ങളും ഇസ്രയേൽ സൈന്യത്തിന്റെ വിശ്രമ സ്ഥലങ്ങളല്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. അതിനു പകരം പലസ്തീൻകാർക്കുള്ള ഐക്യദാർഢ്യത്തിന്റെ സ്ഥലങ്ങളായി മാറ്റാമെന്നായിരുന്നു അവരുടെ പ്രഖ്യാപനം. ഇസ്രയേലിന്റെ 3 പ്രധാന അന്താരാഷ്ട്ര തുറമുഖങ്ങളിൽ ഒന്നായ ഹൈഫ തുറമുഖത്തു നിന്നും ഏതൻസിലേക്കും ഗ്രീക്ക് ദ്വീപുകളിലേക്കും പതിവായി യാത്ര ചെയ്യുന്ന കപ്പലാണ് ക്രൗൺ ഐറിസ്. 2000-ഓളം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കപ്പലിന് 10 ഡെക്കുകളാണുള്ളത്. കപ്പലിൽ കാസിനോയും തിയേറ്ററും വാട്ടർ സ്ലൈഡും ബാസ്കറ്റ്ബോൾ കോർട്ടും ഉൾപ്പെടെ സഞ്ചാരികൾക്കുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അതേസമയം കഴിഞ്ഞ ആഴ്ച ഇസ്രയേലിലേക്കുള്ള സൗദി കപ്പലിലേക്ക് ആയുധങ്ങൾ അടങ്ങിയ ചരക്കുകൾ കയറ്റാൻ തയ്യാറാക്കാതെ തുറമുഖങ്ങളിലെ ഡോക്ക് വർക്കേഴ്സ് പ്രതിഷേധിച്ചിരുന്നു. ഇറ്റലിയിലെ തുറമുഖ നഗരമായ ജനോവയിൽ ഡോക്ക് വർക്കേഴ്സാണ് ആയുധങ്ങളടങ്ങിയ ലോഡ് കയറ്റാൻ തൊഴിലാളികൾ വിസമ്മതിച്ചത്. അമേരിക്കയിലെ ബാൽറ്റിമോറിൽ നിന്നുമുള്ള സൗദി കപ്പലായ ബഹ്റി യാൻബുവിലേക്കാണ് ഇവർ ചരക്കുകൾ കയറ്റാൻ വിസമ്മതിച്ചത്. ഇറ്റാലിയൻ കോൺഗ്ലോമേറ്ററായ ലിയാൻഡ്രോ നിർമ്മിച്ച ആയുധങ്ങൾ കയറ്റാനായാണ് സൗദി കപ്പൽ ഇറ്റാലിയൻ തുറമുഖത്തെത്തിയത്. അബുദാബിക്ക് വേണ്ടി നിർമ്മിച്ച ഓട്ടോമലേര പീരങ്കിയും ഇതിലുൾപ്പെടുന്നു. ഈ ആയുധങ്ങൾ കയറ്റുന്നതിനായാണ് തൊഴിലാളികൾ വിസമ്മതം അറിയിച്ചത്. ഒപ്പം ഇതിന്റെ ലോഡിംഗ് തടഞ്ഞു വെക്കുകയും ചെയ്തു. കപ്പലിൽ ഇതിനോടകം തന്നെ ആയുധങ്ങളും വെടിക്കോപ്പുകളും കവചിത വാഹനങ്ങളും ബാറ്റിൽ ടാങ്കുകളും ഉള്ളതായും അവർ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ആയുധങ്ങൾ ലോഡ് ചെയ്യുന്നതിന് തുറമുഖത്തെ തൊഴിലാളികൾ വിസമ്മതിച്ചെങ്കിലും 40-ഓളം വരുന്ന മറ്റു തൊഴിലാളികൾ ആയുധങ്ങൾ കയറ്റാൻ സന്നദ്ധരായി രംഗത്തെത്തി. ഇതോടെ ഡാമേജ് കൺട്രോൾ മോഡിലേക്ക് മാറാൻ തുറമുഖം നിർബന്ധിതവുമായി. ഇസ്രയേലിലേക്ക് ആയുധങ്ങളുമായി പോവുകയായിരുന്ന ഒരു കപ്പലിന് സ്പെയിനിന്റെ തെക്കുകിഴക്കൻ ഭാഗത്തുള്ള കർത്തഹേന തുറമുഖത്ത് അടുക്കാൻ അനുമതി കഴിഞ്ഞ വർഷവും നിഷേധിച്ചിരുന്നു. ഗാസയിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രയേലിലേക്കുള്ള എല്ലാ ആയുധ കയറ്റുമതിയും നിരോധിക്കുന്ന സ്പെയിനിന്റെ നയത്തിന് അനുസൃതമായാണ് ഈ നടപടി. ആ കപ്പലിൽ ഏകദേശം 27 ടൺ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നുവെന്ന് സ്പാനിഷ് പത്രങ്ങൾ അന്ന് റിപ്പോർട്ടും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.